അങ്ങനെ കൊക്കരക്കോ കോഴി കുറുക്കൻ ടാസ്കിൽ അർജുനും ശ്രീതുവും ജയിച്ചിരിക്കുകയാണ്. ജാസ്മിൻ തോറ്റിരിക്കുകയാണ്. കുറച്ചൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നോ ലൈവിൽ, അതോ ഇതും വൻ ശോകമായിട്ട് പോയോ? ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കൊള്ളാമോ? രസമുണ്ടോ? പറയാം. സീസൺ 4 മലയാളത്തിലെ സെയിം ടാസ്ക് ആയിരുന്നു എന്ന് വന്നത്. എന്താണ് ലൈവ് അപ്ഡേറ്റ്സ്? വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ലേറ്റസ്റ്റ് ഫാസ്റ്റ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അപ്പോൾ ടാസ്ക് കൊക്കരക്കോ എന്നാണ് ടാസ്കിൻ്റെ പേര്. ഈ വീടിനകത്ത് ഒരു കുറുക്കൻ കയറിയിരിക്കുകയാണ്. റഷിയാണ് കുറുക്കൻ. ഗാർഡൻ ഏരിയയിൽ വലിയ ഒരു വൃത്തം വരച്ചിട്ടുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ കണ്ടസ്റ്റൻസ്, ഋഷി ഒഴികെയുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും കോഴികളാണ്, ഋഷി കുറുക്കനാണ്. ഈ കോഴികളെല്ലാം വൃത്തത്തിനുള്ളിൽ നിന്ന് ഡാൻസ് കളിക്കണം. ഈ വൃത്തത്തിൻ്റെ പുറത്തായിട്ട് കളർ പേപ്പറുകൾ ചുരുട്ടിയിട്ടിട്ടുണ്ട്. അത് കോഴികൾക്കുള്ള തീറ്റയാണ്. ഗാർഡൻ ഏരിയയിൽ 7 കണ്ടസ്റ്റൻസ്, ഈ ഋഷി ഒഴികെ ബാക്കി 7 കണ്ടസ്റ്റൻസ് ഉണ്ട്. 7 പേർക്കും കൂടി 6 കൂടുകൾ പുറത്ത് വെച്ചിട്ടുണ്ട്. 6 കൂടുകൾ വെച്ചിട്ടുണ്ട്. പാട്ട് നിൽക്കുമ്പോൾ കണ്ടസ്റ്റൻസ് കോഴികൾ തീറ്റ പറക്കിക്കൊണ്ട് കൂട്ടിനകത്ത് വന്ന് കയറണം. അവസാനം കൂട്ടി കയറാതെ നിൽക്കുന്ന ആളെ ഈ പറയുന്ന, അല്ലെങ്കിൽ ഋഷിക്ക് കൂട്ടിൽ കയറുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ അവസാനം കൂട്ടിൽ കയറാതെ നിൽക്കുന്ന ആളെയോ കുറുക്കന് പിടികൂടാം. അവർ ഇതിൽ നിന്നും ഔട്ടാവും. അങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ആദ്യം 7 കോഴികൾക്ക് 6 കൂട്, രണ്ടാമത്തെ റൗണ്ട് ആകുമ്പം 1 കൂട് ക്രോസ് മാർക്ക് ചെയ്യണം. ആ കൂട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വേറെ കൂട് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ മൊത്തം ആദ്യം 6 കൂട്, പിന്നെ 5, പിന്നെ 4, പിന്നെ 3, അങ്ങനെ അവസാനം വരുന്ന 2 പേരും 1 കൂടുമായിട്ട് അവസാനം കൂട്ടി കയറുന്ന ആൾ വിജയിക്കും, കൂട്ടി കയറാത്ത ആൾ തോൽക്കും. ഏറ്റവും കൂടുതൽ എന്താ പറയുക, തീറ്റ ശേഖരിക്കുന്ന ആൾ, അയാൾക്കും ഒരു സമ്മാനം ഉണ്ടെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. വളരെ എൻ്റർടൈനിങ് ആയിട്ട് തോന്നി. ബോറായിട്ട് തോന്നിയില്ല സത്യം പറഞ്ഞ ഈ ഒരു ടാസ്ക്. സാധാരണ ബോറായിട്ട് തോന്നുകയാണ്, ഇപ്പം തോന്നിയില്ല. റഷ്യയാണ് കുറുക്കൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ട് നടക്കുവാണ്. പാട്ടിടുവാണ്. കൊക്കക്കോഴി ചുമ്മാ കൊക്കോവല്ലേ, ആ പാട്ട്. ജാസ്മിനാണ് ഫസ്റ്റ് റൗണ്ടിൽ ഔട്ടാവുന്നത്. പാട്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഓടുന്നു. ജാസ്മിനെ ഋഷി പിടിക്കുന്നു. ജാസ്മിൻ ഔട്ടാവുന്നു. കൂട്ടി കയറാൻ പറ്റുന്നില്ല. രണ്ടാമത്തെ റൗണ്ട് അപ്പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി. അതിനകത്ത് നോറ ഔട്ടാവുന്നു. നോറ ഓട്ടിച്ചിട്ട് ഋഷി പിടിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ട് കൺഫ്യൂഷൻ തീർക്കണമേ. സിജോയെ ഓട്ടിച്ചിട്ട് മറിഞ്ഞ് തിരിഞ്ഞ് സിജോ മറിഞ്ഞില്ല, വീണ്. പ്രോബ്ലം ഉണ്ടോ? ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ സിജോയെയും പിടിക്കുകയാണ്. അടുത്ത് 4ാമത്തെ റൗണ്ട് ചിങ്ങമാസ വന്ന് ചേർന്നാൽ. അതിനകത്ത് പാട്ട് തീരുമ്പോൾ ഋഷി, നമ്മുടെ അഭിഷേക് കളത്തിനകത്ത് തന്നെ നിൽക്കുന്നു, വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഋഷി വന്ന് കെട്ടിപ്പിടിച്ച് അഭിഷേകം ഔട്ട്. 5ാമത്തെ റൗണ്ട് മിന്ന മിന്നിക്കും കാലം വന്നല്ല, ആ പാട്ട്. അതിനകത്ത് ശ്രീതുവാണ് ആ റൗണ്ടിൽ ഔട്ടാവുന്നത്. അടുത്ത് 6ാമത്തെ റൗണ്ടാണ്. ജിൻഡോയും അർജുനും മാത്രമാണ് ബാക്കി. ഒരൊറ്റ കൂടെ ഉള്ളൂ. ആ പാട്ടാണ്. അതിനകത്ത് ജിൻഡോയെ ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഋഷി പിടികൂടുന്നു. അർജുൻ ഓടി കൂട്ടി കയറുന്നു. അങ്ങനെ അർജുനാണ് ഈ പറയുന്ന കോഴി ടാസ്കിൽ ജയിക്കുന്നത്. കൊക്കരക്കോ ടാസ്കിൽ ജയിക്കുന്നത് അർജുനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തീറ്റ ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് എണ്ണാൻ ബിഗ് ബോസ് പറയുന്നു. സിജോയുടെ കയ്യിൽ 26 തീറ്റ, ശ്രീതുവിൻ്റെ കയ്യിൽ 40 തീറ്റ, ജിൻഡോയുടെ കയ്യിൽ 28 തീറ്റ, അർജുൻ്റെ കയ്യിൽ 25 തീറ്റ. അങ്ങനെ ഏറ്റവും കൂടുതൽ തീറ്റ ഉള്ള ശ്രീതുവിൻ്റെ കയ്യിലാണ് 40 തീറ്റ. അങ്ങനെ ശ്രീതു തീറ്റയുടെ ഭാഗം നോക്കുമ്പോൾ ശ്രീതുവും ജയിക്കുന്നു. കൂട്ടിൽ കയറിയതിൻ്റെ കാര്യം നോക്കുമ്പം അർജുനും ജയിക്കുന്നു. അങ്ങനെ അർജുനും ശ്രീതുവാണ് ഈ പറയുന്ന ടാസ്കിലെ വിജയികൾ. അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുമായിരിക്കാം. ലൈവ് അപ്ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം. വീട്ടിനകത്ത് ഓഡീഷൻ നടക്കാൻ പോവുകയാണ്. അതിനിപ്പോൾ ഉടനെ അനൗൺസ് ചെയ്യുമായിരിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.